നമസ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസ്മത് ശബ്ദത്തിൻ്റെ രൂപങ്ങൾ കണ്ടു. പിന്നെ നിങ്ങൾക്കുള്ള ഒരു അഭ്യാസമാണ്, ഞാൻ ആ എല്ലാ വിഭക്തിയിലും വചനത്തിലുമുള്ള ആ പദത്തിൻ്റെ ശബ്ദത്തിൻ്റെ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അർത്ഥം ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ ഏത് വിഭക്തിയാണ് ഏത് വചനമാണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തത് ആദ്യം ഇവിടെ വെച്ച് തുടങ്ങാം. നമുക്ക് അഗ്രേ അഹം പശ്യാമി. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു പദം അല്ലേ, വാക്യം. അഗ്രേ പശ്യാമി. നാരായണി ഇതിൽ നേരിട്ട് കണ്ടപ്പോൾ ഭട്ടതിരി പാടിയല്ലേ, ഞാൻ മുന്നിൽ കാണുന്നു. അഗ്രേ പശ്യാമി എന്നേ ഉള്ളൂ. പശ്യാമി എന്ന് വരികയാണെങ്കിൽ അതിൻ്റെ കർത്ത അഹം ആയിരിക്കണമല്ലോ. നമ്മൾ കണ്ടു വർത്തമാനകാല ക്രിയാപദത്തിൻ്റെ മീ വരികയാണെങ്കിൽ അഹം എന്നാണല്ലോ. അഗ്രേ അഹം പശ്യാമി, ഞാൻ മുന്നിൽ. അഗ്രേ അഗ്രത്തിൽ, മുന്നിൽ. സപ്തമി വിഭക്തിയാണ് അഗ്രേ. പശ്യാമി കാണുന്നു. അപ്പോൾ ഈ അഹം എന്ന പദം ഏത് വിഭക്തിയാണ്? പ്രഥമാ വിഭക്തി. പ്രഥമാ വിഭക്തിയിൽ ഏകവചനം രൂപമാണ് അഹം. ഇനി അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. അഹം ഏവ ആസം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സാരമായിട്ട് വരുന്ന ഭാഗമാണ് ചതുശ്ലോകി ഭാഗവതം. ഈ ചതുശ്ലോകി ഭാഗവതം അതിൻ്റെ തുടക്കത്തിൽ വരുന്ന 4 ശ്ലോകങ്ങളാണ്. വേദത്തിൽ അടങ്ങിയിരിക്കുന്ന സാരം മുഴുവനും ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങളാണ്. അതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ വരുന്ന ആദ്യത്തെ വരിയാണ് അഹം ഏവ ആസം. ഭഗവാൻ പറയാണ് അഹം ഞാൻ മാത്രമേ, ഏവ ആസം. ആസം ഭൂതകാലമാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സൃഷ്ടിക്ക് മുൻപ്. അപ്പം അവിടെ അഹം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രഥമാ വിഭക്തിയിൽ ഏകവചനം. അഹം എവിടെയൊക്കെ വരുന്നുണ്ടോ അത് പ്രഥമാ വിഭക്തി ഏകവചനമാണ്. അപ്പം ഇനി പറയാണ്, ഒരാളോട് ചോദിക്കുകയാണ് നീ ആരാണ്? അപ്പം അഹം അധ്യാപക, ഞാൻ അധ്യാപകനാണ്. ഇപ്പം വേറൊരാൾ പറയാണ് ഞാൻ അഹം അധ്യാപിക. അഹം സ്ത്രീലിംഗ പദം. അപ്പോൾ സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും അഹം മാറുന്നില്ല. ഞാൻ അധ്യാപികയാണ്, ഞാൻ അധ്യാപകനാണ്. അപ്പം അത് രണ്ടും പ്രഥമാ വിഭക്തി ഏകവചനം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. ആവാം ശിഷ്യവും. ഇപ്പം ലവകുശന്മാർ വാൽമീകിയുടെ അടുത്ത് പഠിക്കാൻ പോവാണല്ലോ. അപ്പം അവർ പറയാണ് ഞങ്ങൾ 2 പേരും ശിഷ്യന്മാരാണ്. ആവാം നമ്മൾ 2 പേർ, ഞങ്ങൾ 2 പേർ. ശിഷ്യൗ 2 പേരായതുകൊണ്ട് ശിഷ്യൗ, ശിഷ്യ ശിഷ്യൗ. ആവാം എന്ന് പറയുമ്പോൾ പ്രഥമാ വിഭക്തിയിൽ ദ്വിവചനമാണ്, നമ്മൾ 2 പേര്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ പറയാണ് ഞങ്ങളും ശിഷ്യന്മാർ തന്നെയാണ്, നമ്മളെല്ലാവരും. വയം, നമ്മളെല്ലാവരും ശിഷ്യന്മാർ. ശിഷ്യാഹ ബഹുവചനം, ശിഷ്യാഹ. അപ്പം ഇവിടെ വയം എന്ന് പറയുമ്പോൾ പ്രഥമാ വിഭക്തിയിലെ ബഹുവചന രൂപമാണ്. അഹം എന്ന പദത്തിൻ്റെ ബഹുവചന രൂപമാണ് വയം. ശരി, ഇനി ഈ ഒരു പദം വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമായിരിക്കും. കൃഷ്ണൻ മണ്ണ് തിന്നപ്പോൾ യശോദാമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, വാ തുറന്ന് കാണിക്കുന്നു, എന്താ നീ മണ്ണ് തിന്നോ? നിന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കൃഷ്ണൻ എന്താ പറയുന്നത്? നാഹം ഭക്ഷിതവാനമ്പ, ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. അഹം ന ഭക്ഷിതവാൻ, ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയണം. അഹം. അപ്പം അവിടെ ആ അഹവും ഏതാണ്? പ്രഥമാ വിഭക്തി ഏകവചനം. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ വിഭക്തിയിലേക്ക് കടക്കാം. പലപ്പോഴും നമ്മൾ ഭഗവാന്മാരുടെ അടുത്ത് പോയിട്ട് എന്താ പ്രാർത്ഥിക്കുക? ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ എന്നെ രക്ഷിച്ചാലും, പാഹിമാം ത്രാഹിമാം എന്നാണല്ലോ പറയുന്നത്. പാഹിമാം ത്രാഹിമാം. പാഹി രക്ഷിച്ചാലും, ആരെ? മാം, എന്നെ രക്ഷിച്ചാലും. അപ്പം എന്നെ എന്ന് പറയുമ്പോൾ ഏകവചനമാണ്, ദ്വിതീയ വിഭക്തിയാണ്. മാം, എന്നെ രക്ഷിച്ചാലും. ഇനി അതിൻ്റെ തന്നെ വേറെ ഉദാഹരണം നോക്കാം നമുക്ക്. കൃഷ്ണൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ കൃഷ്ണൻ ഗുരുവായൂർ പോവാണ്. കണ്ടോ കൃഷ്ണൻ നിന്നെ? ആ കണ്ടു, കൃഷ്ണൻ എന്നെ കണ്ടു. കൃഷ്ണ മാം പശ്യതി, കൃഷ്ണൻ എന്നെ കാണുന്നു. പശ്യതി, കാണുന്നു. കൃഷ്ണൻ എപ്പോഴും എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ മാം, എന്നെ. അപ്പോൾ ദ്വിതീയ വിഭക്തി ഏകവചന രൂപമാണ് മാം. പാഹി മാം. അതുപോലെ കൃഷ്ണ മാം പശ്യതി. അപ്പം ലവകുശന്മാർ പറയാണ് കൃഷ്ണൻ ഞങ്ങൾ 2 പേരും കണ്ടു. അപ്പം വേറെ 2 പേര് പോവുകയാണ്. അപ്പം അവർ പറയാണ് കൃഷ്ണ ആവാം പശ്യതി, കൃഷ്ണൻ നമ്മൾ 2 പേരും കാണുന്നു. അപ്പം ഇവിടെ ആവാം എന്ന് പറയുമ്പോൾ ഇവിടെയും ആവാം ശിഷ്യവും എന്ന് എഴുതിയിരിക്കുകയാണ് നമ്മൾ. പക്ഷെ ഇത് പ്രഥമാ വിഭക്തി ദ്വിവചനമാണ്.
ഇവിടെയോ ദ്വിതീയ വിഭക്തി ദ്വിവചനം. എന്തുകൊണ്ട് വ്യത്യാസം? ഇവിടെ ആവാം എന്ന് പറയുന്നത് കർത്താവായിട്ട് വരും, ഇവിടെ ആവാം എന്ന് പറയുമ്പോൾ അത് കർമ്മമായിട്ട് വരും, ഒബ്ജക്റ്റ് ആയിട്ട്. ഇവിടെ കർത്താവ് എന്താണ്? കൃഷ്ണ എന്നാണ്. കൃഷ്ണൻ കാണുന്നു, പശ്യതി കാണുന്നു. ആര് കാണുന്നു? കൃഷ്ണ പശ്യതി. ആരെ കാണുന്നു? ആവാം, നമ്മളെ രണ്ടുപേരെയും. ഇനി കൃഷ്ണ അസ്മാൻ പശ്യതി. കൃഷ്ണൻ കാണുന്നു. ആരെ? നമ്മളെല്ലാവരെയും കാണുന്നു. അപ്പൊ അസ്മാൻ എന്ന് പറയുമ്പോൾ ദ്വിതീയ വിഭക്തി ബഹുവചനത്തിൽ വരും. അസ്മാൻ, നമ്മളെല്ലാവരെയും കാണുന്നു. ശരി, നല്ല നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നല്ല സുന്ദരമായ ഒരു കുട കൊണ്ടുവന്നു. അപ്പോൾ ചോദിക്കുകയാണ്, ഈ കുട ആരാ ഉണ്ടാക്കിയത്? അപ്പോൾ പറയണ, ഈ കുട ഞാനാണ് ഉണ്ടാക്കിയത്. ഏതത് ഛത്രം മയാ കൃതം. ഏതത് ഛത്രം, ഈ ഛത്രം, ഈ കുട, മയാ എന്നാൽ കൃതം ചെയ്യപ്പെട്ടത്, എന്നാൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ തൃതീയ വിഭക്തിയിൽ ഏകവചനത്തിൽ വരും. മയാ, ഈ കുട എന്നാൽ ചെയ്യപ്പെട്ടത്. അഷ്ടാവക്ര ഗീത എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. അഷ്ടാവക്ര മഹർഷി ജനക മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. നല്ല സുന്ദരമായ ഒരു കൃതി. അപ്പം ജനകന് അഷ്ടാവക്ര മഹർഷി തൻ്റെ തന്നെ സ്വരൂപ ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ്. അപ്പം ജ്ഞാനം പ്രാപ്തമായപ്പോൾ ജനകർ പറയാണ്, ഓ എൻ്റെ സ്വരൂപം എന്ത് അത്ഭുതമാണ്, അഹോ അഹം, ഞാൻ എനിക്ക് തന്നെ നമസ്കരിക്കുന്നു. കാരണം എൻ്റെ ഉള്ളിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ശരിക്കുള്ള സ്വരൂപം ആരാണ്? ഭഗവത് സ്വരൂപമാണ്. അതുകൊണ്ട് സ്വയം അവനവനെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അഹോ അഹം. അഹോ ആശ്ചര്യം സൂചിപ്പിക്കുകയാണ്. അഹോ ഞാൻ എന്ത് ആശ്ചര്യകരമായ സ്വരൂപമാണ് എൻ്റേത്. അഹോ അഹം, ഞാൻ ആശ്ചര്യകരം. നമോ മഹ്യം, മഹ്യം എനിക്ക് വേണ്ടി, എനിക്കായിക്കൊണ്ട്, മഹ്യം എനിക്കായിക്കൊണ്ട്, നമഃ നമസ്കാരം. അപ്പം അവിടെ ചതുർത്ഥി വിഭക്തി, നമോ മഹ്യം. മഹ്യം ചതുർത്ഥി വിഭക്തിയിൽ ഏകവചന രൂപമായിട്ട് വരും, മഹ്യം. ശരി, ഈ മഹ്യം വേറൊരു ഉദാഹരണം കൂടി നോക്കാം നമുക്ക്. എഴുതാൻ പേനയില്ല. അപ്പം ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി പേന തരുമോ? എനിക്ക് പേന തരുമോ? അപ്പം ലേഖനീ ദദാതു, ലേഖനി പേന, ദദാതു തരൂ. ആർക്ക് വേണ്ടിയിട്ട്? മഹ്യം, എനിക്ക് വേണ്ടി, എനിക്കായിക്കൊണ്ട് പേന തരുമോ? അപ്പം ഇവിടെയും അത് ചതുർത്ഥി വിഭക്തിയിൽ ഏകവചന രൂപമാണ്. ശരി, എന്താണ് നിങ്ങളുടെ പേര്? അപ്പോൾ ഉത്തരം പറയാണ്, മമ നാമ സീത. മമ നാമ, മമ എൻ്റെ പേര്, സീത. മമ ഷഷ്ടി വിഭക്തിയിൽ ഏകവചന രൂപം, എൻ്റെ പേര് സീത. അപ്പം ഇനി രണ്ട് പേര് നിൽക്കുകയാണ്, ലവനും കുശനും. അപ്പം ലവൻ കുശനും എന്ത് പറയും? ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ സീത എന്ന് പറയാണ്. ആവയോഹോ മാതാ സീത. ആവയോഹോ നമ്മൾ രണ്ടുപേരുടെ, മാതാ സീത. അവിടെയും അത് ആവയോഹോ എന്ന് പറയുമ്പോൾ ഷഷ്ടി വിഭക്തിയുടെ ദ്വിവചന രൂപമാണ്. നമ്മൾ രണ്ടുപേരുടെയും, ഞങ്ങൾ രണ്ടുപേരുടെയും അമ്മ സീത. ഇനി നമ്മളെല്ലാവരും പറയാണ്, നമ്മൾ മലയാളികളാണല്ലോ, അപ്പോൾ നമ്മളുടെ ഭാഷ എന്താണ്? മലയാളമാണല്ലോ. അപ്പോൾ നമ്മൾ പറയാണ്, അസ്മാകം ഭാഷ മലയാളം. അസ്മാകം ഞങ്ങളുടെ, നമ്മളുടെ, നമ്മളുടെ ഭാഷ മലയാളം. നമ്മളുടെ ഏത് വിഭക്തിയാണ്? ഷഷ്ടി വിഭക്തിയിൽ ബഹുവചന രൂപം വരും, അസ്മാകം. ഇനി സ്ക്രീന്, നമ്മൾ സിനിമ കാണാൻ പോയിരിക്കുകയാണ്. അപ്പോൾ സിനിമയൊക്കെ നല്ല ആസ്വദിച്ച് കണ്ടു. ഓ എന്ത് നല്ല സിനിമയാണ്, സൂപ്പർ സിനിമയാണ്. ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും സിനിമ നടി നടന്മാർക്കും എല്ലാം താങ്ക്സ് പറഞ്ഞു. അപ്പോൾ അവസാനം നമ്മൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആ സ്ക്രീൻ പറയാണ്, നാളല്ലല്ലോ നിനക്ക്, ഈ സിനിമ മുഴുവൻ നടക്കുന്നത് എന്നിലാണ് അറിയോ, എന്നിട്ട് എനിക്ക് താങ്ക്സേ പറയുന്നില്ലല്ലോ, എന്നെ ആരും പുകഴ്ത്തുന്നില്ലല്ലോ, കഷ്ടം എന്ന് പറഞ്ഞ് സ്ക്രീൻ നമ്മോട് പരാതി പറയാണ്. എന്നിട്ട് സ്ക്രീൻ പറയാണ്, രഹസ്യമാണത്. എന്ത് രഹസ്യമാണെന്നറിയോ? മയി ചലച്ചിത്രം ഉദ്ഭവതി. എന്നിൽ, മയി എന്ന് വെച്ചാൽ എന്നിൽ, എന്നിൽ ചലച്ചിത്രം, ചലച്ചിത്രം ഉദ്ഭവതി ഉണ്ടാകുന്നു, എന്നിലാണ് ചലച്ചിത്രം ഉദ്ഭവിക്കുന്നത്. ഇതേപോലെ പല വാക്യങ്ങൾ നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ കാണാം. ഭഗവാൻ പറയും, എന്നിലാണ് ഈ ജഗത്ത് മുഴുവനും ഉദ്ഭവിക്കുന്നത്, എന്നിൽ സ്ഥിതി ചെയ്യുന്നു, എന്നിൽ ലയം പ്രാപിക്കുന്നു. മയി സർവം ജഗത് ഉദ്ഭവതി, മയി സ്ഥാനം പ്രാപ്യതി, മയി ലയം യാസ്യതി എന്ന് പറഞ്ഞ് ഭഗവാൻ പല സ്ഥലത്തും പറയും. അപ്പോൾ അവിടെ മയി എന്ന് പറയുമ്പോൾ എന്നിൽ, സപ്തമി വിഭക്തി ഏകവചന രൂപമാണ് മയി. ശരി, സപ്തമി വിഭക്തിയിൽ ഇനി
ബഹുവചന രൂപം നമുക്ക് നോക്കാം. അസ്മാസു ഈശ്വരഭക്തി ദൃഢാ അസ്തി. നമ്മൾ എല്ലാവരിലും. അസ്മാസു എന്ന് പറയുമ്പോൾ സപ്തമി വിഭക്തി ബഹുവചനം. മയി എന്ന് പറയുമ്പോൾ എന്നിൽ. അസ്മാസു നമ്മളെല്ലാവരിലും. നമ്മളെല്ലാവരിലും ഈശ്വരഭക്തി ഈശ്വരഭക്തി ദൃഢാ അസ്തി ദൃഢമായി ഇരിക്കുന്നു. എല്ലാവരിലും ഈശ്വരഭക്തി ദൃഢമായിട്ട് ഉണ്ട്. അപ്പം ഇത്രയാണ് അസ്മത് ശബ്ദത്തിൻ്റെ പല വിഭക്തികളുടെ വചനങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ. ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഇത്രയുമാണ്. വളരെ എളുപ്പമാണ്. ഒന്ന് ആ സിദ്ധരൂപം, അതായത് അതിൻ്റെ രൂപങ്ങൾ ഒന്ന് ദിവസവും നമ്മൾ കാക്കേ കൂടെ എവിടെ എന്നൊക്കെ പറയുന്നത് പോലെ ദിവസവും അത് ചൊല്ലി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ ഉള്ളിലേക്ക് കയറിക്കോളും. അപ്പം ഇതിപ്പോൾ കട്ടി കൂടിയതാണല്ലോ, അതുകൊണ്ട് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.